ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എസ് പി എസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. വൈഫൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു MPPT ബേസ്ഡ് ചാർജ് കൺട്രോളറാണ്. നമുക്കൊരു ആൻഡ്രോയിഡ് ആപ്പ് ഉപയോഗിച്ചിട്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നിട്ടും നമുക്ക് MPPT ചാർജ് കൺട്രോളറിൻ്റെയും ബാറ്ററിയുടെയും ഒക്കെ സ്റ്റാറ്റസ് നമുക്ക് എവിടെ ഇരുന്നും ഇത് അറിയാൻ പറ്റും. ഈ ചാർജ് കൺട്രോളറിൻ്റെ കണക്ഷൻസും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ആപ്പുമായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മളിനി കണക്ട് ചെയ്യാൻ പോകുന്നത് MPPT ചാർജ് കൺട്രോളറും ബാറ്ററിയുമായിട്ടുള്ള കണക്ഷൻസ് ആണ്. നമ്മൾ എപ്പോഴും MPPT ചാർജ് കൺട്രോളർ കണക്ട് ചെയ്യുമ്പോൾ ആദ്യം കണക്ട് ചെയ്യേണ്ടത് ബാറ്ററിയാണ്. നമ്മളിപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുന്നു. അതിനുശേഷം സോളാറിന്റെ പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തിട്ട് എങ്ങനെയാണ് ഈ കണക്ഷൻസ് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ MPPT ചാർജ് കൺട്രോളർ ഓൺ ചെയ്യുകയാണ്. LCD ഡിസ്പ്ലേയിൽ എന്തൊക്കെ വാല്യൂസ് ആണ് വരുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഓട്ടോ സെലക്ട് ഓൺ ആണ്. ബാറ്ററി മോഡ് 48 വോൾട്ട് ആണ് എന്ന് അത് ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ആംപിയർ ലിമിറ്റ് 80 ആംപിയർ ആണ്. ചാർജ് ബൾക്ക് മോഡിൽ ചാർജ് ചെയ്യുന്നത് 59.2 ആണ്. ഫ്ലോട്ട് ചാർജിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 57.6 വോൾട്ടിലാണ്. ഐഡിയൽ മോഡ് 56 വോൾട്ടിലാണ്. ഐഡിയൽ ഓപ്റ്റ് എന്ന് പറയുന്നത് 50 വോൾട്ട് ആണ്. ചാർജ് ഇക്വലൈസേഷൻ 60.8 വോൾട്ടിലാണ്. റിലേ ഓൺ ആവുന്നത് 56 വോൾട്ടിലാണ്. റിലേ ഓഫ് ആവുന്നത് 46 വോൾട്ടിലാണ്. ഇക്വലൈസേഷൻ ടൈം 2 മണിക്കൂറാണ് കൊടുത്തിരിക്കുന്നത്. അബ്സോർപ്ഷൻ ടൈം 10 മിനിറ്റ് ആണ്. ഇനി നമുക്ക് സ്മാർട്ട് MPPT ചാർജ് കൺട്രോളറും ആൻഡ്രോയിഡ് ആപ്പുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മുടെ വൈഫൈ മൊഡ്യൂൾ MPPT ചാർജ് കൺട്രോളറിന്റെ ടോപ്പിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു മെറ്റൽ ബോക്സിനകത്താണ്. ആ മെറ്റൽ ബോക്സ് ഊരി കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ മൊഡ്യൂൾ കാണാൻ സാധിക്കും. ഈ വൈഫൈ മൊഡ്യൂളിൽ 2 LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ബ്ലൂ LED ഇപ്പോൾ ബ്ലിങ്ക് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു ബ്ലൂ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ബ്ലൂ ബട്ടനെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് ഹോൾഡ് ചെയ്യുമ്പോൾ ആ LED ലൈറ്റ് കത്തി തന്നെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു മോഡിൽ നമ്മുടെ ഈ വൈഫൈ മൊഡ്യൂള് ഹോട്ട്സ്പോട്ട് മോഡിലായിരിക്കും ഇത് ഓൺ ആവുന്നത്. ഇനി നമുക്ക് ആൻഡ്രോയിഡ് ആപ്പും നമ്മുടെ MPPT ചാർജ് കൺട്രോളറും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. അതിനു വേണ്ടി പ്ലേ സ്റ്റോറിൽ പോയി ബിഗ് വാച്ച് എന്ന ആപ്പ് സെർച്ച് ചെയ്യുക. അതിനുശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് യൂസർ രജിസ്ട്രേഷൻ്റെ ഒരു പേജ് ആയിരിക്കും നമുക്ക് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആ പേജിൽ ഒരു ഇമെയിൽ എൻ്റർ ചെയ്യാനുള്ളൊരു ലേബൽ ഉണ്ടാവും. അതുപോലെ തന്നെ സെൻഡ് ചെയ്യാൻ ഒരു ബട്ടണും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏത് ഇമെയിൽ IDയുമായിട്ടാണ് നമ്മുടെ MPPT ചാർജ് കൺട്രോളർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ലിങ്ക് ചെയ്യേണ്ടത്, ആ ഇമെയിൽ ID എൻ്റർ ചെയ്തിട്ട് സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ഏത് ഇമെയിൽ അഡ്രസ്സിലാണോ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു OTP സെൻഡ് ചെയ്യും. ഇങ്ങനെയായിരിക്കും ആ ഇമെയിൽ വരിക. നമ്മൾ അതിൻ്റെ നിന്ന് OTP കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ യൂസർ രജിസ്റ്റർ പേജിൽ കൊണ്ടുവന്നിട്ട് OTP എൻ്റർ ചെയ്ത് വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു പേജ് ആയിരിക്കും ഇനി ഓപ്പൺ ചെയ്യുക. ഇതിനുശേഷം ബിഗ് വാച്ച് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡിവൈസിന്റെ വൈഫൈ കണക്ഷൻസ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അവൈലബിൾ വൈഫൈക്കായി സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ബിഗ് വാച്ച് വൈഫൈ എന്ന് പറയുന്ന പുതിയൊരു വൈഫൈ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇത് നമ്മൾ നമ്മുടെ MPPT ചാർജ് കൺട്രോളറിന്റെ ഹോട്ട്സ്പോട്ട് മോഡ് എനേബിൾ ചെയ്തപ്പോൾ വന്ന വൈഫൈ ആണ്. ഈ വൈഫൈയിലോട്ട് നമ്മുടെ ഡിവൈസിനെ കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡിവൈസും നമ്മുടെ മൊബൈൽ ഡിവൈസും അതുപോലെ തന്നെ MPPT ചാർജ് കൺട്രോളറും തമ്മിൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനുശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ ബിഗ് വാച്ച്
ആപ്പിലേക്ക് വന്നതിന് ശേഷം ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വൈഫൈ എല്ലാം ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ ഏത് വൈഫൈയിലോട്ടാണ് നമ്മുടെ MBBT ചാർജ് കൺട്രോളർ പെർമനന്റ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടത്, ആ വൈഫൈ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പോപ്പപ്പ് ഓപ്പൺ ആവും. അതിൻ്റെ അകത്ത് നമ്മുടെ ആ വൈഫൈയുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ടിക്ക് ബട്ടണെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ബിഗ് വാച്ച് ഡിവൈസ് വിത്ത് മാക് അഡ്രസ് ഈസ് രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പോപ്പപ്പ് മെനു കിട്ടും. ഈ രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞ് വരുന്ന അതേ സമയത്ത് തന്നെ വൈഫൈ മൊഡ്യൂളിലെ ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. ഈ ബ്ലിങ്ക് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ MBBT ചാർജ് കൺട്രോളിൽ നിന്ന് ഡേറ്റ ക്ലൗഡിലേക്ക് സെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. ഇതിനുശേഷം നമ്മുടെ ബിഗ് വാച്ച് ആപ്പിനെ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം വൈഫൈ കണക്ഷൻസിൽ പോയി നമുക്ക് ഏത് വൈഫൈയുമായിട്ടാണോ കണക്ട് ചെയ്യേണ്ടത് ആ വൈഫൈ നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം ബിഗ് വാച്ച് ആപ്പിനെ ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് MBBT ചാർജ് കൺട്രോളിലെ ഡേറ്റ എല്ലാം നമ്മുടെ ബിഗ് വാച്ച് ആപ്പിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.